പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. വളരെ വേണ്ട സമയത്ത് നടന്ന ഒരു വെരി വെരി മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ഒരു നല്ല സംഭവം ആണ് ഇത്. ഇതിനപ്പുറത്തേക്ക് ഒരു സംഗതി ഇല്ല. റൈറ്റ് നൗ നോ, ഇതിനപ്പുറത്തേക്ക് സംഗതി ഇല്ല. മേരി ആവാസ് മേ ടൂട്ടി ദരാറോ സേ ഇബാദത്ത് സുൻ ലേനാ, തള്ളാടും இந்த കാതലും വാഴ്ക്കയും കണ്ണുക്കുള്ളാടിയിടും പൊയ്ക്കനവോ. ആ ദിവസം തന്നെ ഒരു 30 to 40 മിനിറ്റ്സ് എനിക്ക് സാറിന്റെ കൂടെ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പണ്ടവൻ തന്നെ ദീനിൽ ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടിക്കൊടുത്തു. അത് പാടിക്കൊടുത്തപ്പോ നൈസ് നൈസ്, അദ്ദേഹത്തിന്റെ ഒരു ടോണില്ലേ നൈസ് നൈസ് പറഞ്ഞിട്ട്, ഇൻഫാക്ട് ആ പാട്ട് അവസാനിക്കുന്നത് പെരിയോനെ എന്നുള്ള ഒരു വേർഡിലാണ്. ഫസ്റ്റ് ടൈം കേട്ടപ്പോ തൊട്ടേ ഒരു ഭയങ്കര ഒരു ഭാരമാണ് മനസ്സിൽ കേൾക്കുമ്പോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് നമുക്കൊരു ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷെ ഇത് ഇത്രയും റെസ്പോൺസ് പെട്ടെന്ന് വന്നപ്പോൾ അത് ഭയങ്കര ഭയങ്കര പ്രൗഡാണ്. ഇപ്പൊ ബ്ലെസ്സി സാർ എടുക്കുകയാണെങ്കിലും പൃഥ്വി സാർ എടുക്കുകയാണെങ്കിലും ഇപ്പൊ റഫീഖ് അഹമ്മദ് സാറിന്റെ ലിറിക്ക്, ഇറ്റ്സ് എ ഹൈ മാഗ്നിറ്റ്യൂഡ് പ്രോജക്റ്റ് ആണ്. ലൈക്ക് ബിഫോർ പെരിയോനെ ആൻഡ് ആഫ്റ്റർ പെരിയോനെ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നിൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. ഈ ഭാഗ്യത്തിന് എങ്ങനെയാ ഈ ഭാഗ്യം കൂടെ കൂട്ടി ആ കഥയെന്ന് കേൾക്കട്ടെ. അത് ഈ ഭാഗ്യം പറയുന്നതല്ലേ നല്ലത്. വിരലുകൾ തൊടവാ വീരന്തേ പിറവാ മാർബോട് കൺകൾ മൂടവാ മലരേ. പെരിയോനെ റഹ്മാനെ, റഹ്മാൻ സാറിന്റെ പാട്ട് പാടിയ ജിതിൻ രാജും ഗായികയായിട്ടുള്ള പൂർണ്ണശ്രീയുമാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. രണ്ടുപേരും കൂടെ പാട്ട് ആഘോഷിക്കുകയാണ്. അതെ അതെ, ഡെഫിനറ്റ്ലി. ശരിക്കും പറഞ്ഞാൽ റഫീഖ് അഹമ്മദ് സാർ എഴുതിയിട്ട് റഹ്മാൻ സാർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോപ്പ്, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് എങ്ങനെയാണ് ജിതിന്റെ കയ്യിലെത്തിയത്? ഞാൻ ആദ്യം വെരി ഫസ്റ്റ് തൊട്ട് പറയണം, കാരണം ഞാൻ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് പാടാൻ എനിക്കൊരു ചാൻസ് തരുന്നത് ശ്രീനി സാറാണ്. ആ സമയത്ത് തന്നെ വിളിക്കുന്നത് നമ്മുടെ പ്ലേബാക്ക് സിംഗർ ശ്രീനിവാസ് സാർ. സോ അദ്ദേഹത്തിന് ഒരു നന്ദി പറയണം ആദ്യം, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഞാൻ ഒരു 2-3-4 റഹ്മാൻ സാറിന്റെ പാട്ടുകളുടെ മലയാളം വേർഷൻ പാടിയിട്ടുണ്ട്. നമ്മൾ മോം എന്ന ഫിലിമിലെ ഓ സോന, അതുപോലെ പൊന്നിയിൻ സെൽവനിലെ ചോള ചോള, കാട്ടുവെള്ളിയുടെ അഴകിയ മാരിമി, അതിനൊക്കെ മലയാളം വേർഷൻസ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്കിംഗ് വോക്കൽസ്, അതുപോലെ കോറസ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു അവിടെ. അങ്ങനെ ഒരു സെഷനിൽ ഭാഗ്യവശാൽ ഞാൻ അവിടെ ഉണ്ട്. അവർ ഈ ഒരു പാട്ടിന്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഒരു മലയാളി സിംഗർ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ദിവസം തന്നെ ഒരു 30 to 40 മിനിറ്റ്സ് എനിക്ക് സാറിന്റെ കൂടെ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണ് ഒരു ബെസ്റ്റ്, വെരി വെരി ഫസ്റ്റ് മൊമെന്റ്. ആൻഡ് എന്നോട് ചോദിച്ചു സാർ, വെരി ചില്ലാണ് സാർ, വളരെ കാഷ്വലായിട്ട് ചോദിച്ചു എവിടുന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു മലപ്പുറത്താണ്, മലപ്പുറത്ത് കൊണ്ടോട്ടിക്ക് അടുത്ത് ഇങ്ങനെ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു റീജിയണലായിട്ട് എന്താണ് അവിടെ ഫേമസ് എന്ന് പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന്, നമ്മൾ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാപ്പിളപ്പാട്ടാണ്, അതിൻ്റെ ഒരു ഹബ്ബാണ് അവിടെ, മാപ്പിളപ്പാട്ടിന് പേര് കേട്ട സ്ഥലമാണ്. ആൻഡ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ആൻഡ് എന്നോട് എന്തെങ്കിലും പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നമ്മളുടെ ദാസാറിൻ്റെ ഒരു പേര് കേട്ട കുറച്ച് പാട്ടുകളുണ്ട്, മാപ്പിളപ്പാട്ട്. അതിൽ പണ്ടവൻ തന്നെ ദീനിൽ ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടിക്കൊടുത്തു. അത് പാടിക്കൊടുത്തപ്പോൾ നൈസ് നൈസ്, അദ്ദേഹത്തിന്റെ ഒരു ടോണില്ലേ നൈസ് നൈസ് പറഞ്ഞിട്ട് ദെൻ ഹി സ്റ്റാർട്ടഡ്. ഇൻഫാക്ട് ആ പാട്ട് അവസാനിക്കുന്നത് പെരിയോനെ എന്നുള്ള ഒരു വേർഡിലാണ്. സോ അത് ക്യാച്ച് ചെയ്തിട്ടാണോന്ന് എനിക്കറിയില്ല. ഹി സ്റ്റാർട്ടഡ് ഓഫ് ലൈക്ക് ഈ ഒരു ഹുക്ക് നമ്മൾ ചെയ്ത് അവസാനം ആക്ച്വലി പെരിയോനെ റഹ്മാനെ എന്നായിരുന്നില്ല ആദ്യം. ദെൻ ഹി ലേറ്റർ ഓൺ ആഡഡ് പുട്ട് ഇറ്റ് റഹ്മാനെ. ലൈക്ക് ഹൗ ഇസ് ഇറ്റ് ലൈക്ക് ഇൻ സൂറത്തിലൊക്കെ നമ്മളുടെ ഖുറാനിലെ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയില്ലേ, എന്താ പറയുക, ഗ്രേഷ്യസ് ആൻഡ് മെർസിഫുൾ എന്ന് പറയുന്ന പോലെ ആ 2 വേർഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഹുക്കിലേക്ക് എത്തി. സോ ആ ഒരു ജാമിങ് സെഷനിലാണ് ആ ഒരു ഹുക്ക് ഉണ്ടാവുന്നത് ആദ്യം. ദെൻ ലേറ്റർ ഓൺ ഈ പാട്ട് എന്താ പറയുക ഫുൾ ട്യൂൺ സാർ ഉണ്ടാക്കുന്നു. പിന്നെ അത് ഓരോരോ ഭാഗമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അതിങ്ങനെ റിഫൈൻഡ് ആയി വന്ന് ഈ ഒരു ഇതിലേക്ക് എത്തി. ആൻഡ് ഫൈനലി അത് നമ്മളെ ശബ്ദത്തിൽ കൺഫേം ആയി വന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെയാണ് ഇതിന്റെ ഹോൾ പ്രോസസ്. ഞാൻ ചുരുക്കി പറഞ്ഞതാ വളരെ. അതെ അതെ അതെ. ഈ പൂർണ്ണശ്രീ എന്ന് പറയുന്ന പാട്ടുകാരിയെ, പൂർണ്ണ പാട്ടുകാരിയെ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പ് പാട്ട് പാടിയിട്ട്, പാട്ട് പാടുമ്പോൾ എന്തായാലും അതിന്റെ വേർഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഏത് മറ്റ് ഭാഷകൾ കൂടെ നമുക്ക് ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഓരോരോ 2 വരികളായിട്ട് ഓരോരോ ഭാഷയിൽ പാടാം. സോ ഫസ്റ്റ് മലയാളം തന്നെ തുടങ്ങാം. ലൈക്ക് പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. നെക്സ്റ്റ് ലൈൻ ഗോസ് ലൈക്ക് അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ഹിന്ദിയിലാണെങ്കിൽ
मेरी आवाज में टूटी दरारें हैं, मेरी आवाज में टूटी दरारों से इबादत सुन लेना. അப்புறம் തമിഴിലാണെങ്കിൽ സോറി അത് ഇടയ്ക്ക് വരുന്ന കേട്ടോ. അത് വരണം. தள்ளாடும் இந்த காதலும் வாழ்க்கையும் கண்ணுக்குள்ளாடிடும் பொய் கனவோ, കണ്ണുക്കുള്ളാടിടും പൊയ് കനവോ. then തെലുഗു ആണെങ്കിൽ what was it? Forgot the lyric. പെരിയോനയ്ക്ക് അത് ആക്ച്വലി തേജമേ റഹ്മാനേ നാ തേജമേ റഹീം അങ്ങനെ വരുന്നത്. കന്നഡയിലാണെങ്കിൽ ಬೆಳಕೇ ನೀ റഹ്മാനേ കാപ്പാടോ റഹീം. മുറിച്ചു പാടി മലയാളത്തില് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പാടാമോ? കാരണം നിങ്ങൾ നന്നായിട്ട് പാടുമ്പോൾ കേൾക്കുന്നത് അനായാസമായിട്ട് പാടുന്നുണ്ട്. അത് കേട്ടിരിക്കുമ്പോൾ നമുക്കിത് ബ്രേക്ക് ചെയ്യേണ്ടെന്നൊരു തോന്നലുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഒന്നുകൂടെ പാടാം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തിത്തുടിച്ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. സൂപ്പർ. പൂർണ്ണശ്രീ, ഇത് ആഘോഷിക്കുന്ന സമയമാണ്. നമ്മൾ ഈ പാട്ടിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ടാവും. പ്രത്യേകിച്ചും ഇത്തരം ഒരു വേൾഡ് ക്ലാസ് മൂവിയിലാണ് ഈ പാട്ട് വരുന്നത് എന്നുള്ളത് ഒരു പ്രൗഡ് കൂട്ടുന്നില്ലേ? അയ്യോ ശരിക്കും ഉണ്ടാണോ? ഭയങ്കര പ്രൗഡാണ്. ഇത് ലൈക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പോ തൊട്ടേ ഒരു ഭയങ്കര ഒരു ഭാരമാണ് മനസ്സിൽ കേൾക്കുമ്പോൾ. അപ്പൊ ഞാൻ അപ്പൊ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു ഇത് ആൾക്കാരിലേക്ക് എത്തും, ശരിക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് നമുക്കൊരു ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷെ ഇത് ഇത്രയും റെസ്പോൺസ് പെട്ടെന്ന് വന്നപ്പോൾ അത് ഭയങ്കര ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ സൗണ്ടിങ് എന്ന് പറയുന്നത് അസാധ്യ സൗണ്ടിങ് ആണ്. അത് മൊത്തത്തിലുള്ളൊരു ക്രാഫ്റ്റ് സിനിമയിലാണ് ഇത് വരുന്നത്. അപ്പം റഹ്മാൻ സാറിൻ്റെ ആ സൗണ്ടിങ് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഫീല് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു ഉള്ളിൽ? അത് ശരിക്കും ആ വിഷ്വലിന്റെ കൂടെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അതും ആ വിഷ്വലും ശബ്ദവും എല്ലാം കൂടി കേട്ടപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോൾ എല്ലാവരും കണ്ടു തുടങ്ങിയല്ലോ, അപ്പോൾ എല്ലാവർക്കും അത്. പിന്നെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ലൈക്ക് ഈ സോങ് ആണ് ആ ഫുള്ളൊരു മൂവിയുടെ ഒരു പെയിനും എല്ലാം ഈ സോങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ പലർക്കും തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ കണ്ട് പല സ്ഥലത്തും കരയുന്നുണ്ട്. അപ്പം ഈ ത്രൂ ഔട്ട് ആ കരച്ചിലിൻ്റെ മൂഡിലാണ് ഈ പാട്ടുകൂടെ കേൾക്കുന്നത്. അപ്പോൾ മലയാളിയുടെ ഉള്ളിലേക്ക് അങ്ങ് ആഴത്തിൽ പോവും. ഇങ്ങനെ ഒരു സിനിമയിൽ തന്നെ വരാൻ ഇവിടെ പിച്ച് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ഡെഫിനറ്റ്ലി. അത് എന്താ പറയാ, സി ഐ വാസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അതെന്തോ എന്ന് അറിയില്ല, അങ്ങനെ സംഭവിച്ചു. അത് വരുന്ന പോലെ വരട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ ഗോ വിത്ത് ദ ഫ്ലോ ഓൾവേസ്. സോ എന്താ പറയാ, വളരെ വേണ്ട സമയത്ത് നടന്ന ഒരു വെരി വെരി മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ഒരു നല്ല സംഭവം ആണ് ഇത്. ഇതിനപ്പുറത്തേക്ക് ഒരു സംഗതി ഇല്ല റൈറ്റ് നൗ. ഇതിനപ്പുറത്തേക്ക് സംഗതി ഇല്ല. കാരണം നമ്മള് ഒരു മ്യൂസീഷ്യനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ഒരു പാട്ട് പാടുക, എങ്ങനെയെങ്കിലും ഒരു പാട്ടിൽ റഹ്മാൻ സാറിന്റെ ഒരു സോങ്ങിൽ ഒരു ഭാഗമാകാൻ പറ്റുക എന്നുള്ളത്. ആദ്യം വെരി ഫസ്റ്റ് തിങ് വാസ് ഒരു പടത്തിലൊരു പാട്ട് പാടുക എന്നുള്ളതായിരുന്നു.
പിന്നെ കുറച്ച് മെല്ലെ അത് ഇറ്റ് വാസ് എൻ്റെത് കുറച്ച് ഗ്രാജുവൽ പ്രോസസ്സ് തന്നെയായിരുന്നു. സോ പിന്നെ റഹ്മാൻ സാറിൻ്റെ അത് കിട്ടിയാൽ ഓക്കെ നന്നായിരിക്കും എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഡബ് ചെയ്ത പാട്ടുകൾ പാടാൻ പറ്റി. ആൻഡ് ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ബ്ലെസ്സി സാർ എടുക്കുകയാണെങ്കിലും പൃഥ്വി സാർ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ റഫീഖ് അഹമ്മദ് സാറിൻ്റെ ലിറിക്ക് ഇറ്റ്സ് എ ഹൈ മാഗ്നിറ്റ്യൂഡ് പ്രോജക്റ്റ് ആണ്. കാരണം അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്റ്റർ പെരിയോൻ ലൈക്ക് ബിഫോർ പെരിയോൻ ആൻഡ് ആഫ്റ്റർ പെരിയോൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കാരണം ആൾക്കാർ ആ പാട്ടിനെ സ്വീകരിച്ച വിധം തന്നെ അത് തന്നെ നമുക്ക് എന്താ പറയുക, ആ തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ് തന്നെ ഒരുപാട് സന്തോഷം തരുന്നു. അത് എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞാൽ അത് പറ്റില്ല, മതിയാവില്ല. കാരണം ഇപ്പോൾ സാറ് തന്നെ റഹ്മാൻ സാറ് തന്നെ ഇതിനെ സമീപിച്ചിരിക്കുന്നത് ഒരു ആത്മീയതയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം നോവൽ അങ്ങനെ തന്നെയാണ് ബെന്യാമിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിന്റെ വേറൊരു തരത്തിലുള്ള ക്രിയേഷനാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെ അതിനെല്ലാം ഉപരിയായിട്ട് ഈ മനുഷ്യരുടെയൊക്കെ അധ്വാനവും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പെയിനും ഒക്കെ കൂടെ എടുത്തിട്ട് ആത്മീയമായ ഒരു ഭാവം കൊടുക്കാനാണ് റഹ്മാൻ സാർ ശ്രമിച്ചിട്ടുള്ളത്. അത് ഉള്ളിൽ നിന്ന് വന്നിട്ട് അതൊരു സങ്കടത്തിന്റെ ഉൾക്കടലിൽ നിൽക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിത്തരിക. ഇനി ഒരു കാലഘട്ടത്തിൽ ഇത് മറക്കാൻ പോകുന്നില്ല. ശരിക്കും അതൊരു വല്ലാത്ത ഭാഗ്യം. ശരി, ഈ ഭാഗ്യത്തിന് എങ്ങനെയാ ഈ ഭാഗ്യം കൂടെ കൂട്ടി ആ കഥയെന്ന് കേൾക്കട്ടെ. അത് ഈ ഭാഗ്യം നല്ലത്. ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ് കേട്ടോ, അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പറയൂ. സോ ഐ ഡോണ്ട് നോ, എന്താ ജീവിതത്തിൽ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ Jan 6th എന്നുള്ളൊരു അന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അതെ. സോ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി എന്താ പറയാ, ഒരുപാട് കോയിൻസിഡൻസസ് ഉണ്ട്. ഇൻഫാക്ട് ചിപ്പി, പൂർണ്ണശ്രീ ചിപ്പി എന്നാണ് വിളിക്കാറ് നമ്മള്. ചിപ്പി പാടിയ ആദ്യത്തെ പാട്ട് ബ്ലെസ്സി സാറിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാനിപ്പോ പാടിയ പാട്ട് ബ്ലെസ്സി സാറിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മളുടെ കല്യാണം നമ്മൾ കഴിഞ്ഞത് ആഡ്ലക്സിൽ വെച്ചിട്ടായിരുന്നു. അവിടെ തന്നെയാണ് ഇതിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. ഇൻഫാക്ട് ഞാൻ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോന്റെ ഫൈനൽസ് നടന്നത് അവിടെ തന്നെയാണ്. സോ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആൻഡ് മൈൻഡ് ഇസ് ഫുൾ. ആൻഡ് ഒരു സീരീസ് ഓഫ് ഗുഡ് ഇവന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഇറ്റ്സ് കീപ്പിംഗ് us very much happy. So എങ്ങനെയാ കിട്ടിയതായിരുന്നു ചോദ്യം. ഐ മീൻ ഞാൻ പറഞ്ഞു അങ്ങ് എത്തി. ആൻഡ് നമ്മൾ കണക്ട് ചെയ്തത് മ്യൂസിക് വഴി തന്നെയാണ്. സോ മ്യൂസിക് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. വി ന്യൂ മ്യൂസിക് മാത്രം കണ്ടു, പൂർണ്ണശ്രീരെ കണ്ടില്ല. ഇങ്ങനെ ഒരു സിംഗർ ഉണ്ടെന്ന് ഇല്ല. ഇൻഫാക്ട് ഞാൻ ലൈക്ക് സ്റ്റേജിലൊക്കെ പാടി തുടങ്ങിയെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത്. അതിനു മുന്നേ തന്നെ ലൈക്ക് എന്താ പറയാ, ചിപ്പി പാടി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മള് ഏഷ്യാൻ പ്ലസിലൊക്കെ. അന്ന് പൂർണ്ണശ്രീ എന്നൊരു സിംഗർ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾക്കും ആഫ്റ്റർ എ പോയിന്റ് എന്താ അങ്ങനെ ആൾക്കാരുണ്ടെന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ പറയാ മ്യൂസിക് ഫോളോ ചെയ്യാൻ തുടങ്ങി. ലേറ്റർ ഓൺ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചെന്നൈയിൽ ഒരിക്കലും ബോംബെ ജയശ്രീയുടെ ഒരു കോൺസേർട്ടിൽ വെച്ചിട്ട് കണ്ടു. അതെ, കാണാൻ പറ്റിയ സ്ഥലം. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ്. എനിക്കും എന്റെ ഫേവറേറ്റ് ആണ്. ഞാനാണ് കൂട്ടിക്കൊണ്ട് പോയത്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ആരെയും കണ്ടാൽ നമുക്ക് ചിലപ്പോ ഹഗ്യം ചോദിക്കാനൊക്കെ മടിയായിരിക്കും. പക്ഷെ പുള്ളിക്കാരിയെ കണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കും, ഒന്ന് തൊട്ടോട്ടെ. അടിപൊളിയാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് നമ്മൾ സംസാരിച്ച് ടച്ച് ഓൺ ആൻഡ് ഓഫ് ഇൻ ടച്ച്. ആൻഡ് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ വെരി കംഫർട്ടബിൾ ദാറ്റ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അവരവരുടെ കല്യാണക്കാരൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലേറ്റർ ഓൺ നമ്മുടെ കല്യാണക്കാരൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ ഇവിടെ വരെ എത്തി. സോ ആരായിരുന്നു അത് ലീഡ് ചെയ്തത്? അത് ഞാൻ തന്നെയായിരുന്നു. പൂർണ്ണശ്രീ, പാട്ടുകളെ കുറിച്ച് പറയൂ. ഏതൊക്കെ പാട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. ഞാൻ ബ്ലെസ്സി സാറിന്റെ ഭ്രമരത്തിലാണ് ആദ്യം പാടുന്നത്, അണ്ണാറ കണ്ണാവാന്ന്. അതിന് മുമ്പ് ഞാൻ ചെറുതായിരുന്നു. ഞാനൊരു 4th 5th സ്റ്റാൻഡേർഡിൽ എന്തായിരുന്നു. ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് ഒരു റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു. അപ്പൊ അതിന്റെ ജഡ്ജായിരുന്നു മോഹൻ സിത്താര സാറ്. സാറാണ് പിന്നെ ഇങ്ങനെ ഭ്രമരത്തിൽ പാടിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയുടെ ഒരു തെക്കോ തെക്കോരിക്കൽ എന്ന് പറയുന്ന സോങ് പാടി. അങ്ങനെ കുറച്ച് മൂവീസ് അത് കഴിഞ്ഞ് പാടി. പക്ഷെ എനിക്ക് ഇതാണ് എൻ്റെ ഏറ്റവും പോപ്പുലർ എന്ന് പറയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലും സ്റ്റഡീസിലേക്ക് പോയി, സ്കൂളിൽ. പിന്നെ കൂടുതലും അത് റീസെന്റ് പാടിയതാണ്. പിന്നെ ഞാൻ MG യൂണിവേഴ്സിറ്റി കലോത്സവം അങ്ങനെയായി കൂടുതൽ, കോളേജും അതും ഇതൊക്കെ. അപ്പൊ അങ്ങനെ കലാത്തിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുൾ ഫോക്കസ് അവിടെ ആയിരുന്നു. റിയാലിറ്റി ഷോ ഏതായിരുന്നു? ലിറ്റിൽ മാസ്റ്റേഴ്സ് ഏഷ്യൻ പ്ലസിൽ. അപ്പോ പിന്നെ ടെലിവിഷൻ ഷോസ് കുറെ ഞാൻ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കൂടുതൽ അങ്ങനെ ആയിരിക്കും എന്നെ ഫെമിലിയർ. സൂര്യയില് സംഗീത മഹായുധം, ഞാൻ നമ്മളിപ്പോഴേ നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ വരുമ്പോൾ എല്ലാവരും ഇത് സൂര്യ TV കാണുക. സംഗീത മഹായുധം എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ വിധുചേട്ടന്റെ ടീമിലായിരുന്നു. അപ്പൊ അന്ന് കുറെ പേരിങ്ങനെ
അങ്ങനെ ഫെമിലിയർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ടെലിവിഷൻ ഷോസിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ് ഇൻഫോസിസില്. അപ്പോ രണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. റീസെന്റ് പാടിയത് ആറാട്ടിലാണ്, രാഹുൽ രാജിന്റെ. അത് ഹരിചേട്ടൻ പാടിയ പാട്ടിന്റെ ഒരു തിരുവാതിര പോർഷൻ ഉണ്ട് ആ താരുഴിയും എന്ന് പറയുന്ന സോങ്ങില്. അതാണ് ലാസ്റ്റ് പാടിയത്. പിന്നെ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞിട്ട് സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിച്ച, അതും രാഹുൽ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്. അതൊരു ഡ്യുവറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഫുൾ ടൈം ഇൻടു ഇതല്ല, പക്ഷെ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഇങ്ങനെ നോക്കുന്നു. അപ്പോ ഈ പണ്ട് പാടിയ പാട്ട് ഇപ്പൊ പാടിയ എങ്ങനെ ഇരിക്കും കേട്ട് നോക്കാമോ? അതൊരു ചോദ്യം ഉണ്ടാവില്ലേ? ഇപ്പോ ഒരു 5-6 പ്രാവശ്യം പാടി. എല്ലായിടത്തും അണ്ണാറക്കണ്ണവ പാടി. അത് രണ്ടുപേരും പാടിക്കോളൂ, കാരണം നിങ്ങൾ തിരിച്ചറിയുന്ന പാട്ടുകൾ. അതാണ് എന്നെ എപ്പോഴും തിരിച്ചറിയുന്നത്. അതിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് ബ്ലെസ്സി സാറിന്റെ ഒരു മൂവിയിലാണ് എന്റെ ലൈഫ് മാറിയത്. അതുപോലെ തന്നെ ഇതും എന്റെ ലൈഫിൽ ഇത് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. തീർച്ചയായിട്ടും മൈൽ സ്റ്റോൺ പാട്ട് തന്നെ പാടും. അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനി താത്ത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. അടിപൊളി. ഇനി നമുക്ക് മറ്റേ പാട്ട് പാടാം. പിന്നെ ഒരു പാട്ടുകാരി കിട്ടുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ, തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ, അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി, തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീയും ചങ്ങാതി, ഹായ് ഞാനും ചങ്ങാതി, തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. ആരെയാ പഠിപ്പിക്കുക കൂടുതലായിട്ട്? അവിടുന്ന് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് പഠിപ്പിക്കുക പാട്ടല്ലേ? അതെ അതെ, ഞാനാണ് ശിഷ്യൻ. ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഇങ്ങനെ കർണാട്ടിക് ഞാൻ ഇടയ്ക്ക് ഞാൻ പഠിച്ചതൊക്കെ വെറുതെ പാടിക്കൊടുക്കും, അത്രേ ഉള്ളൂ. കർണാട്ടിക് പഠിച്ചിട്ടില്ല, കുറവാണ്. ഞാൻ അത്ര എന്താ പറയാ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല എന്റെ കർണാട്ടിക് ലേണിംഗ്. അതുകൊണ്ട് ഇത് പ്രോപ്പർ ആയിട്ട് നല്ല അത്യാവശ്യം അമ്മ മ്യൂസിക് ടീച്ചറാണ്, ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. സോ അത്യാവശ്യം നല്ല ശിക്ഷണം കിട്ടിയിട്ടുണ്ട് അമ്മയുടെ അടുത്തുനിന്നും വേറെ ഗുരുക്കന്മാരായിട്ട്. ജിതിന്റെ വോയിസിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആണോ? സൂപ്പർ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കേൾക്കുമ്പോ തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഗുരു നന്നായിട്ട് ശിക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. പിന്നെ എനിക്ക് ലൈക്ക് ഫിലിം മ്യൂസിക് ആണെങ്കിൽ അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്, പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. കാരണം പ്രൊനൗൺസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അവിടെയാണ്. ഇത്രയും കാലം കുറെ ട്രയൽ ആൻഡ് എറർ പരിപാടി ആയിരുന്നു. ലൈക്ക് ഒരു മൈക്കിന് മുൻ പാടുമ്പോൾ എന്തൊക്കെ ചെയ്യണം. കാരണം നമ്മളിപ്പോ നോർമലായി സാധാരണ പാടുന്ന പോലെ മൈക്കിന് മുൻ പാടിയാൽ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. എസ്പെഷ്യലി നമ്മൾ ആ വേർഡ്സ് ഉച്ചാരണം അത് ആൾക്കാർക്ക് കേൾക്കണ്ടേ പ്രോപ്പറായിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതേ ഉള്ളൂ. അല്ലാണ്ട് പാട്ടിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. എവിടെയാ ലൊക്കേറ്റ് ചെയ്ത്, എവിടെ താമസം ശരിക്കും? ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അല്ല, ഇപ്പൊ ചെന്നൈ. ചെന്നൈ. ഞാനൊരു 8-9 കൊല്ലമായിട്ട് ചെന്നൈ തന്നെയാണ്. പാട്ടുകൾ ഞാൻ അധികവും തമിഴിലാണ്. ഇമാൻ സാറിന്റെ ഈ ഓമെല്ലവർ കണ്ണ് എന്നൊരു പാട്ടില്ലേ, രജനി മുരുകനിലെ പിടിക്കതേ എന്നൊരു പാട്ടുണ്ട്. പിന്നെ നമ്മുടെ എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുന്നമടക്കായൽ എന്നൊരു പാട്ടുണ്ട്, മുന്തിരി വള്ളികൾ തളിക്കുമ്പോൾ. പിന്നെ വിദ്യാസാഗർ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തോപ്പിൽ ജോപ്പ് എന്നൊരു ഫിലിം ഉണ്ട്, അതിൽ 9-ലാകെ. മറിയം മുക്കിൽ ഒരു പാട്ടുണ്ട്, മേക്കറയിൽ. മേരി ആവാസനും അതുപോലെ തന്നെ ജയചന്ദ്രൻ സാറിന്റെ തന്നെ കാറ്റത്തൊരു മൺകൂട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാട്ടുകളുണ്ട്. ഐ തിങ്ക് പീപ്പിൾ ഡോണ്ട് നോ മീ. ആ ഒരു മുഖം ഇനിയിപ്പോ മുഖം അറിയട്ടെ. ഇനി മറ്റേ പാട്ട് പാടിയ ആളല്ലേ ഈ പാട്ടും പാടി അറിയട്ടെ. ഇതിപ്പോ നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കർഷിക്ക് എടുത്തേ, പക്ഷെ പറ്റാതെ പോയി. ഇനി ഒരിക്കലാവും. അല്ല, വിദ്യാസാഗർ സാറിന്റെ അടുത്തൊക്കെ പോകുമ്പോ അത് വേറൊരു ഇതേപോലെയാണ്.
വേറെ സ്കൂളാണത്. വേറൊരു സ്കൂളാണ്. ആൻഡ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആൻഡ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കിട്ടും. നമുക്ക് ഓരോ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ഓരോന്നാണ്. ഓരോ ടൈപ്പ് ഓഫ് വർക്കിംഗ് കൾച്ചർ ആണല്ലോ ഓരോരുത്തർക്കും. അതുപോലെ വിദ്യാസാഗർ സാറിന് ഇപ്പൊ നമ്മൾ ഈ ട്രെമലോ എന്ന് പറയും, ലൈക്ക് ഹൗ വി എൻഡ് എ ലൈൻ. സോ ഇപ്പൊ പാടി പോലെ ചങ്ങാതി പാടില്ലേ ചിലര്, പാടില്ലേ. സോ അത് സാറിന് അത്ര താല്പര്യമില്ലാത്ത വിഷയമാണ്. സോ ഇറ്റ്സ് എ straight up body എന്ന് പറയും. Maybe while ending you can add it a little bit. So എനിക്ക് ആ ഒരു ടെൻഡൻസി ഉള്ള ആളാണ് ഞാൻ ജനറലി. സോ അതൊക്കെ അന്ന് എനിക്ക് ആ ഒരു ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ, ലൈക്ക് ഫുൾ ഒരു റെക്കോർഡിംഗ്, എൻറ്റയർ റെക്കോർഡിംഗ് ഐ വാസ് വെരി കോൺഷ്യസ് നോട്ട് ടു ഡു ദാറ്റ്. അതൊക്കെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ സം അതർ കേസ്. അത് ഇഷ്ടമല്ലാത്ത വേറെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് യു ടു സിംഗ് ലൈക്ക് ദാറ്റ്. സോ ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സ്ട്രിക്റ്റ് അല്ല സാർ, ഇപ്പോഴും ഒരു ഹാർമോണി എടുത്തിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരാം പാട്ട്. സോ ആള് ഭയങ്കര ക്യൂട്ടാണ്. സോ നമുക്ക് എന്താ പറയാ, റെക്കോർഡിംഗ് ആയാലും ജസ്റ്റ് പാടിയാൽ മതി, ഉദ്ദേശിക്കുന്ന സംഭവം നമ്മൾ പാടിക്കൊടുത്താൽ മതി. അത് വെരി സ്മൂത്ത്, വെരി വെരി നൈസ്, വെരി നോളജബിൾ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് പാട്ട് കേട്ട് വളർന്നതല്ലേ, അപ്പൊ ആ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് വൃത്തിക്ക് പാടണം എന്നുള്ളൊരു, സോ ഇറ്റ്സ് ഫൺ. അങ്ങനെ വിദ്യാസാഗർ സാറിനെ പോലത്തെ പുതുതലമുറയിൽ പിടിച്ചു നിൽക്കുന്ന ആളാണ് എം ജയചന്ദ്രൻ. ഇപ്പോഴും ഔട്ടായിട്ടില്ല. സാറിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് എന്താണ്? സാറും ഇതുപോലെ, സാറും അത്യാവശ്യം വെരി എന്താ പറയുക, പാട്ട് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് കിട്ടണം എന്നുള്ള ഒരാളാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി സാറ് ഭയങ്കര എന്താ പറയാ, വളരെ ചിൽഡ് ഔട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഭയങ്കര കമ്പനിയാണ്. അതെ, ഈ സമയക്കുറവുകൊണ്ടും നേരം ഇരുളുന്നതുകൊണ്ടും നമുക്കൊരു രണ്ടുപേരും കൂടെ പാടുന്ന ഒരു ഡുവറ്റ് പാടിയിട്ട് അവസാനിപ്പിക്കാം. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ந்து വന്നതോ, மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ, ஏதோ சுகம் உள்ளூரதே, ஏனோ மனம் தள்ளாடுதே, ஏதோ சுகம் உள்ளூரதே, ஏனோ மனம் தள்ளாடுதே, விரல்கள் தொடவா, விருந்தை பெறவா, மார்போடு கண்கள் மூடவா, மலரே மௌனமா, மௌனமே வேதமா, மலர்கள் பேசுமா, பேசினால் ஓயுமா அன்பே, മലരേ. അടിപൊളി. ജാനകിയമ്മയ്ക്കും SPBക്കും വിദ്യാസാഗർ സാറിനും സല്യൂട്ട് ചെയ്യാം. ഈ പാട്ട് നമുക്ക് തന്നെ ഇതിപ്പോ പാടിയതിന് നിങ്ങൾക്കും എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ പാടിയും പറഞ്ഞും അടിയൊക്കെ കൂടി മുമ്പോട്ട് പോകും. ഇതേപോലത്തെ കുറെ പാട്ടുകൾ നമുക്ക് റഹ്മാൻ സാറിന്റെ അല്ല മറ്റെല്ലാവരുടെയും പാട്ടുകൾ കിട്ടട്ടെ. നന്നായി മുന്നോട്ട് പോട്ടെ. താങ്ക് യു. പൊളിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നൈസ് ടോക്കിംഗ് ടു യു.